ബീഫ് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ സാമ്പാർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പച്ചക്കറി കഴിക്കാത്ത എല്ലാ കുട്ടികളും ഇത് ഉറപ്പായിട്ടും കഴിക്കും. കാരണം ഈ ഇറച്ചിയുടെ എല്ലാ ടേസ്റ്റും വെജിറ്റബിൾസിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ വെജിറ്റബിൾസിനെ. അപ്പോൾ 1 കിലോ ഇറച്ചി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കയാണ് ഇതിൻ്റെ പ്രധാന മെയിൻ. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് ആണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. പിന്നെ 1 കിലോ ഇറച്ചിക്ക് നമ്മൾ ഇറച്ചിക്കറി എടുക്കുന്ന എല്ലാ മസാലയും ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വയറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വയറ്റി കഴിയുമ്പോൾ നമുക്ക് പൊടികളിടണം. അതിന് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇടണം. മുളക് പൊടി ഇടാനേ പാടില്ല. അതിന് പകരം കുരുമുളക് പൊടി അധികമായിട്ട് ഇട്ട് കൊടുക്കുകയെ. അപ്പം കുരുമുളകിൻ്റെ ഫ്ലേവർ ആണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട്. നല്ലപോലെ വഴറ്റിയ ശേഷം ഇറച്ചിയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. നമ്മൾ സാധാരണ ഇറച്ചി എങ്ങനെ വേവിക്കണം അതേപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വെജിറ്റബിൾസിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. കുട്ടികളൊക്കെ അപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ തിന്നോളും. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണേ. പിന്നെ വെണ്ടക്ക ഇതിൽ അലിന്ന് പോവും, എന്നിട്ട് അത് വഴുവഴുപ്പായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റേ. അപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുമേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.